നമസ്കാരം. ടോക്സ് ബൈ ഓം കൃഷ്ണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ എൻഗേജ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ, ഇന്ത്യയുടെ നടന വിസ്മയം ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം നടത്തിയൊരു പ്രസ് മീറ്റ്. അപ്പോൾ ആ പ്രസ് മീറ്റിൻ്റെ കുറച്ച് വീഡിയോസ് ഞാനിങ്ങനെ കാണാനിടയായി. അപ്പോൾ അതിലെ ഒരു പ്രസക്ത ഭാഗം എനിക്ക് വല്ലാതെ ടച്ച് ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോ ആദ്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. നിർമ്മാതാവ് സംവിധായകന് അവാർഡ് സംവിധായകനാണ്. ഈ പ്രസന്റ് മൊമെന്റിൽ ചോദിച്ചാൽ ഇപ്പം എനിക്കൊന്നും പറയാനില്ല. ബാക്കി ഞാൻ നിർമ്മിക്കുന്ന ആളാണ്. കാര്യം അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു. ഒരു 3D ആരും ചെയ്യാത്തൊരു കാര്യം. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്ത ഒരു തോട്ട് വന്നാൽ ഞാൻ ചെയ്യും. വീഡിയോ കണ്ടല്ലോ അല്ലേ? എന്താണല്ലേ ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്: അഭിനയം, നിർമ്മാണം, സംവിധാനം, ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണല്ലോ ആ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും താങ്കളുടെ ഭാഗത്തു നിന്ന് സംവിധാനം പോലൊരു മേഖലയിലേക്ക് ഒരു വരവ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ സിനിമകൾ ഉണ്ടാകുമോ എന്നാണ് ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണത്. ഫാറൂസ് പോലെ അല്ലെങ്കിൽ അതുപോലൊരു ആവശ്യമില്ലാത്ത ചിന്തകൾ വന്നാൽ അപ്പോൾ ചെയ്യാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞ മറുപടി. അദ്ദേഹം ഒരു തമാശ രൂപേണയാണ് അത് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ ബാറോസ് ഒരു പരാജയമായിരുന്നു, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു സിനിമയല്ല എന്നുള്ളത് അദ്ദേഹത്തിനെ തീർത്തും വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ആരാധകൻ എന്ന നിലയിൽ അങ്ങനെയാണ് ഞാനതിനെ മനസ്സിലാക്കി കാണുന്നത്. ഇത് തീർത്തും എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. പക്ഷെ എന്തുകൊണ്ട് ബാറോസ് പോലൊരു ചിത്രത്തിന് എന്തിനാണ് ഇത്രയധികം ഹെയ്റ്റ്? എനിക്കറിയില്ല. പക്ഷെ ഒരുപക്ഷെ ശരിയായിരിക്കാം. പുതുതായി ഇറങ്ങുന്ന സിനിമകൾ റിവ്യൂവേഴ്സ് കണ്ട അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഒരു പരിധിവരെ അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായും എന്നെ സ്വാധീനിക്കാറുണ്ട്. കാരണം ഒരു സിനിമ ഇറങ്ങിയാൽ ആ സിനിമയുടെ റിവ്യൂ നോക്കിയതിന് ശേഷം മാത്രം പോകുന്ന ഒരു ശീലം എനിക്കുമുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ബാറോസ് എന്ന് പറയുന്ന ചിത്രം പോലും ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടതല്ല. ഞാനത് ഇപ്പോൾ ഈ ഒരു ലാലേട്ടൻ്റെ ഈ ഒരു പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് കാണാനായിട്ട് തോന്നിയത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സിനിമയിലേക്ക് വരാം. നിധി കാക്കും ഭൂതം എന്നൊരു കൺസെപ്റ്റാണ് ഈ സിനിമയിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട തീമെന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗോവൻ രാജ്യം ഭരിച്ചിരുന്ന ഡിഗാമ എന്ന് പറയുന്ന രാജാവിൻ്റെ വിശ്വസ്തനായ സേവകനായിരുന്നു ബാറോസ്. അവിടെ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഈ ഡിഗാമയുടെ നിധിശേഖരങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കുവാനായിട്ട് ഈ ബാറോസിനെ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഏൽപ്പിക്കുകയല്ല, ചില അവിടുത്തെ മന്ത്രവാദികളെയൊക്കെ വിളിച്ചു വരുത്തി ചില കർമ്മങ്ങളൊക്കെ നടത്തി ഈ ബാറോസിനെ കൊന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെയാണ് ഈ നിധിശേഖരത്തിനായിട്ട് കാവലിരുത്തുന്നത്. അങ്ങനെ 400 വർഷങ്ങളോളം ഈ നിധിശേഖരത്തിന് കാവലിരിക്കുന്ന ഭൂതമായി നമ്മുടെ ഈ ബാറോസ് കാവലിരുന്നതിന് ശേഷം 400 വർഷങ്ങൾക്ക് ശേഷം ഈ രാജാവിൻ്റെ പിൻഗാമി ആ നാട്ടിലെത്തുകയും ആ പിൻഗാമിയെ ഈ നിധിശേഖരം ഏൽപ്പിക്കാനായിട്ട് അദ്ദേഹം കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വളരെ രസകരമായിട്ട് തന്നെ ആ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും നമുക്ക് ഒരു പരിധിയിൽ വരെ അല്ലെങ്കിൽ ഒരു പരിധി വരെ മനസ്സിലാകാത്ത ആളുകളും ചുറ്റുപാടുകളും ഒക്കെ ആയി തോന്നുന്നത് കൊണ്ടായിരിക്കാം ഒരു ഭൂരിഭാഗം ആളുകളിലേക്കും ഈ സിനിമ അത് കണക്റ്റ് ആകാതെ പോയത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, ഗോവൻ പശ്ചാത്തലമായിട്ടാണ്, അല്ലെങ്കിൽ ഗോവൻ പണ്ട് ഉണ്ടായിരുന്ന ഗോവൻ രാജ്യത്തിൻ്റെ പിൻതലമുറക്കാരെന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിലായിരിക്കാം ചിലപ്പോൾ വിദേശികളെ ഈ രീതിയിൽ ആ സിനിമയിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്
എങ്കിൽ കൂടിയും നമുക്കൊരു മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുറച്ച് മലയാളി മുഖങ്ങൾ അതിൽ അന്വേഷിക്കുമല്ലോ. അത്തരത്തിലൊന്നും അതിനകത്ത് അധികം കാണാനും സാധിക്കാതെ പോയി. അതുകൊണ്ടൊക്കെ ആയിരിക്കാം, ഒരുപക്ഷെ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആളുകളിലേക്ക് ഈ സിനിമ കൂടുതൽ കണക്റ്റ് ആകാഞ്ഞത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ചില ആവശ്യമില്ലാത്ത കാസ്റ്റിങ്ങുകളൊക്കെ അതിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഗുരു സോമസുന്ദരത്തിൻ്റെ ഒക്കെ കാസ്റ്റിംഗ് ഒക്കെ തീർത്തും അനാവശ്യമായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാനില്ലാത്ത പോലത്തെ ഒരു റോളായിരുന്നു. മേ ബി എന്താ, ഓരോരുത്തരുടെ താല്പര്യം, ഇഷ്ടം, അതിനൊക്കെ അനുസരിച്ചാണല്ലോ കാസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിനോട് ഈ റോളിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെട്ട് ചെയ്തതായിരിക്കാം. എനിവേ, അത് എന്തെങ്കിലും ആവട്ടെ. പക്ഷെ എനിക്ക് പേഴ്സണലി ഈ സിനിമ കുറച്ച് ലാഗ് ഉണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഒരൊറ്റ സ്ട്രെച്ചിനെ കണ്ടു തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നതൊഴിച്ചാൽ പൂർണ്ണമായും കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ബാറോസ് എന്ന് പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അദ്ദേഹവും ആ പിൻഗാമിയായിട്ട് വരുന്ന പെൺകുട്ടിയായിട്ട് അഭിനയിച്ച കുട്ടിയുമൊക്കെ ആയിട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ കെമിസ്ട്രി ഒക്കെ വളരെ നന്നായിരുന്നു. രസകരമാണ്. കുട്ടികൾക്ക് തീർത്തും കണ്ടിരിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു തവണ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ബാറോസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് സിനിമ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് ചെയ്ത സംവിധാനം എന്നുള്ള നിലയ്ക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തികച്ചും നല്ലൊരു സിനിമയായിട്ട് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഒന്നും അറിയാതെ നമ്മളൊരു സിനിമ പൂർണ്ണമായിട്ടും കൊണ്ട് നശിപ്പിച്ച് കളയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹം നല്ല രീതിയിൽ, അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്ത് കൊണ്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അത് ആ സിനിമയിലൂടെ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഈ സിനിമയുടെ ഒരു പരാജയ കാരണം, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ഏറ്റെടുക്കാതിരുന്നതിൻ്റെ കാരണമെന്ന് എനിക്ക് തോന്നിയത്, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ്, ഒരുപക്ഷെ അതിനും ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സിനിമയെ പറ്റി പല അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പടർന്നിട്ടുണ്ട്. അതിൽ ചിലത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് ഞാൻ ഫേസ്ബുക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, എന്നാലും പണ്ട് ഞാൻ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഈ ബാറോസ് എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ ജാക്കി ചാൻ കൂട്ടുകെട്ടിൽ വരുന്നൊരു സിനിമയാണെന്നും, അതുപോലെ അതിൽ വേറെ എന്തൊക്കെയോ കഥകളുണ്ട്. ഈ ഭൂതത്തിന്റെ കഥ, ഇത് വളരെ പാൻ ഇന്ത്യൻ ആയിട്ട് ചെയ്യുന്ന സിനിമയാണ്, ഭയങ്കര ഭയങ്കര ഹൈപ്പ്. അതായത് ഓരോ കഥകൾ, ഇപ്പോൾ ചിലപ്പോൾ സിനിമയുടെ പേര് മാത്രമായിരിക്കും ഈ ഡയറക്ടറിന്റെയോ അല്ലെങ്കിൽ നിർമ്മാതാവിന്റെയോ ഒക്കെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ജസ്റ്റ് അതിനെ ഇലാബറേറ്റ് ചെയ്ത്, ഒരു പേര് വെച്ചിട്ട് അങ്ങ് ഇലാബറേറ്റ് ചെയ്ത് പല പല കഥകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ അത്തരത്തിലൊക്കെ ഇത് ഭയങ്കരമായിട്ട്, ഈ സിനിമ ഭയങ്കരമായിട്ട് ഹൈപ്പഡ് ആയിരുന്നു, പ്രത്യേകിച്ച് ഫാൻസിന്റെ ഒക്കെ ഇടയിൽ. ഞങ്ങൾ ലാലേട്ടൻ്റെ ആരാധകർക്കൊക്കെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞ ഈ പടമൊക്കെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ, എന്താ പറയാ, നമ്മളിങ്ങനെ അവൈറ്റിംഗ് ആണ് ഈ സിനിമ ഒന്ന് ഇറങ്ങി കിട്ടാൻ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടമല്ലേ, നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും. അപ്പോൾ ഓവർ ഹൈപ്പ്, ഈ ഓവർ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. കാരണം നമ്മൾ മൈൻഡിൽ ഒരു സിനിമയുടെ ചിത്രം, അല്ലെങ്കിൽ ദൈവമേ ആ സിനിമ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടായിരിക്കും ഈ സിനിമ പോയി കാണുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇത് വേറൊരു രീതിയിലായിരിക്കും അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ സിനിമ നമുക്ക് ഇഷ്ടപ്പെടാതെ വരാം. അപ്പൊ അങ്ങനെയും ഈ സിനിമ താഴോട്ട് വന്നത്, അല്ലെങ്കിൽ ഈ സിനിമ ഒരു ഫെയിലിയർ ആയി, അല്ലെങ്കിൽ ഒരു പരിധി വരെ ഈ സിനിമ പരാജയപ്പെട്ടതിന് ഇതും ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു തവണ, ഇതിലും എത്രയോ മോശം സിനിമകൾ കണ്ട് വിജയിപ്പിച്ചവരാണ് നമ്മൾ മലയാളികൾ. പക്ഷെ ഇത് ഇനിയിപ്പോൾ വിജയിപ്പിക്കാൻ എന്തിരിക്കുന്നു അല്ലേ, ഓൾറെഡി ഇറങ്ങിയ സിനിമയാണ്, ഇറങ്ങി ഒരു വർഷത്തോളം കഴിഞ്ഞ സിനിമയാണ്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ് മീറ്റ് കണ്ടപ്പോൾ, അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം ഒന്ന് എൻ്റെ പ്രേക്ഷകർ അല്ലെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നവരുമായി പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി. ഇതൊരു റിവ്യൂവോ പോസ്റ്റിംഗ് വീഡിയോ ഒന്നുമല്ല. ബാറോസ് എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടതിനെ തുടർന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നിയ അഭിപ്രായങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ തെറ്റുകളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം. ടെക്നിക്കലിയോ അല്ലെങ്കിൽ സിനിമയെപ്പറ്റി വളരെ ആധുനികമായോ സംസാരിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാനൊരു റിവ്യൂവറോ അല്ലെങ്കിൽ ഒരു കൃത്യമായി ഒരു സിനിമയെപ്പറ്റി കീറിമുറിച്ച് അനലൈസ് ചെയ്യുന്ന സിനിമാ നിരൂപകനോ ഒന്നുമല്ല. ഞാനൊരു പ്രേക്ഷകനാണ്. ഞാൻ കാണുന്ന സിനിമകളെ പറ്റി എനിക്ക്
വ്യക്തിപരമായി ചില അഭിപ്രായങ്ങൾ ഉണ്ടാകാം, അതുപോലെ വ്യക്തിപരമായ ചില എതിർപ്പുകളും ഉണ്ടാകാം. അപ്പോൾ ആ ഒരു എതിർപ്പുകളും അതുപോലെ ഇഷ്ടങ്ങളും ഒരുപക്ഷെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഇത്തരം സിനിമകളിലൂടെ നമ്മൾ കണ്ടതിന് ശേഷം നമുക്കുണ്ടാകുന്ന എല്ലാ തരം അഭിപ്രായങ്ങളും നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ. അത്തരത്തിൽ ഒരു വീഡിയോ മാത്രമാണിത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാവിധ സജഷൻസും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഈ ബാറോസ് എന്ന് പറയുന്ന സിനിമ ഒന്ന് കാണാൻ ശ്രമിക്കുക. കാണാത്തവരാണ് കേട്ടോ. കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇനിയും മറ്റേതെങ്കിലും ഒരു വീഡിയോ ഒക്കെ ആയി കാണാം. അതുവരെയും ബൈ. താങ്ക് യു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.